കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫോക്സ് വാഗൻ്റെ പോളോ ആയിട്ടാണ്. പോളോ ഫാൻസ് അസംബിൾ എന്ന് പറഞ്ഞ പോലെ പോളോ ഫാൻസ് ഈ വണ്ടി വിട്ടതാണ് കേട്ടോ. കാരണം നല്ല നീറ്റ് ക്ലീൻ പീസ് വണ്ടിയാണ്. കാര്യമായിട്ടുള്ള റേറ്റ് ഒന്നുമില്ല കേട്ടോ. 3,00,000 ചില്ലാൻ രൂപ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. 2000 മോഡലത്തെ അറിയോ ഞെട്ടരുത്, 2019 മോഡലുണ്ട്. 2019 മോഡൽ വണ്ടി വെറും 3,00,000 റേഞ്ചിൽ 3 to 4 ഇടയിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. എത്രയാണ് കറക്റ്റ് റേറ്റ് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വാഹനം നോക്കേണ്ടതുണ്ടെങ്കിൽ 1 ലിറ്റർ ആണ്, 1 ലിറ്റർ വാഹനമാണ്. മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണം, ഓട്ടോമാറ്റിക്കോ GTO സംഭവങ്ങളൊന്നുമല്ല. അതുകൂടാതെ തന്നെ വണ്ടിയുടെ കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കിലോമീറ്റേഴ്സ് ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ മനസ്സിലാട്ടോ, കറക്റ്റ് എക്സാക്ട് പറഞ്ഞുതരാം. അതേപോലെ ID വാല്യൂ നിലവിൽ വാഹനത്തിന് 3,50,000 രൂപ കിടക്കുന്നുണ്ട്. 3.50 ID വാല്യൂ കിടക്കുന്ന വണ്ടിയാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഫുൾ കണ്ടേക്കാം. ഇന്ത്യസ് എക്സ്റ്റേഴ്സ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കാണിക്കാം. വേണമെങ്കിൽ വാഹനത്തിന് ഫുൾ ലോൺ ഇട്ട് വരാം, അതൊക്കെ ഓപ്ഷനിലാണ്. കാരണം വണ്ടി ചോദിക്കുന്നതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ എൻഡിൽ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3,00,000 രൂപ ഓൾറെഡി ID കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫുൾ ലോൺ വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് ഈ വാഹനം ഫുൾ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഫോക്സ് വാഗൻ്റെ പോളോ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല നീറ്റ് ക്ലീൻ പീസ് വണ്ടി. 2019 മോഡൽ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു ബോഡി ക്വാളിറ്റിയാണ് എടുത്തു വരേണ്ട കാര്യം വേണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇനി റിയർ ഭാഗത്തേക്കൊന്ന് വന്നേക്കാം. റിയർ സൈഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന റിയർ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ലെഫ്റ്റ് സൈഡ് പോർഷൻ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കൊന്ന് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇവിടെയും വാഹനത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. ഓരോരോ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. വീലാസിലേക്ക് പോകാം. വീലാസായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. വാഹനം കംഫോർട്ട് ലൈനാണ്, അതുകൂടെ എടുത്ത് പറയുന്നത്. അതേപോലെ ഇവിടെ ലാമ്പ് നോക്കാം. ഈ ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വീലാർസ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോറിലേക്കും വരാം. രണ്ട് ഡോറും വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളും നോക്കാം. സൈഡ് പോർഷനും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നീറ്റായിട്ടിരിക്കുന്നു. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളും നോക്കാം. രണ്ട് ഡോറും നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണ ആ ഒരു ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ് കവേഴ്സ് ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ട്. ഇവിടെ കുറച്ച് ഡാമേജ് ഉണ്ട്. നമുക്ക് സീറ്റ് കവേഴ്സൊക്കെ മാറ്റിക്കളഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറി കിട്ടും. പക്ഷേ ഇവിടെയൊക്കെ നോക്കാം, ക്വാളിറ്റി നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. മിഡിൽ മ്യൂസിക് സിസ്റ്റം നിൽക്കുന്നു. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസൊന്നും വരുന്നില്ല. 1,69,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയേക്കണേ. ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ വരുന്നുണ്ട്. റിയറിലെ സീറ്റ് നോക്കാം. റൂഫ് നോക്കാം. റൂഫൊക്കെ പക്ക ക്വാളിറ്റിയിലാണ് റൂഫ് ഇരിക്കുന്നത്. ഓക്കെ, വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഡോർസ് നോക്കാം. ഇവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. മാറ്റിന് കുറച്ച് ഡാമേജ് ഉണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ബോണറ്റ് നപ്പ് ചെയ്യാം. ബോണറ്റിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂം. വളരെ നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ എൻജിനിൽ കിട്ടുന്നില്ല. ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആണോ. അതേപോലെ ഇവിടെയും പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. എഡ്ജസ്റ്റൊക്കെ നോക്കാം. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ആണോ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ബൂട്ട് സ്പേസ്. ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം.
ടയേഴ്സ് നോക്കാം, നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. എഡ്ജസ്റ്റിലേക്ക് നോക്കാം, എഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ നോക്കാവുന്നതാണ്. ആണോ, അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നോക്കാം. കേട്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോക്സ്വാഗൻ്റെ പോളോ ആണ്, നല്ല നീറ്റ് ക്ലീൻ പീസ് വണ്ടി. റേറ്റ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും മുതലാവുന്ന റേറ്റാണ്. അപ്പോൾ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ പോലെ 2019 ഇതിൻ്റെ മോഡൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ 19 4 മാസം വന്നേക്കണം. 1 ലിറ്റർ വാഹനമാണ്, മാനുവലാണ്, ഓട്ടോമാറ്റിക് ഒന്നുമല്ല, GT ഒന്നുമല്ല, നോർമൽ വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ID വാല്യൂ 3.5 ലക്ഷം വണ്ടിക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വാലിഡ് ഇൻഷുറൻസും കാര്യങ്ങളുണ്ട്. സിംഗിൾ ഓണറാണ്, അതാണ് മെയിൻ കാര്യം. സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് ഇനി റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോകണൊക്കെ മുമ്പ് എനിക്ക് ഇൻസ്റ്റാ പേജ്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഫോക്സ്വാഗൻ പോളോ 1 ലിറ്റർ വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 3,80,000 രൂപയാണ്. 3.80 lakhs നെഗോഷ്യബിൾ പ്രൈസാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് വിളിക്കാം. വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.